ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ, കൃഷിഭവന് സമീപം, പെരിങ്ങോം. JCI കാക്കേഞ്ചാലിന്റെ നേതൃത്വത്തിൽ പ്രതീഷ് ചുണ്ട അനുസ്മരണം സംഘടിപ്പിച്ചു. 1ാം വാർഷിക ദിനത്തിൽ വായനശാലയിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ ലിനീഷ് കെ നായർ സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് സഞ്ജു ജോൺ അധ്യക്ഷത വഹിച്ചു. പാസ്റ്റ് സോൺ പ്രസിഡന്റ് നിതീഷ് VP മുഖ്യ അതിഥിയായി. AKPA ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് സജി ചുണ്ട, ഡോക്ടർ ജിനോ ഗോപാൽ പലേരി, സന്തോഷ് മാസ്റ്റർ, സന്തോഷ് മാനസം, ജിജി ഇടമന, കലേഷ് TV, ദീപു മേലുകുന്നേൽ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സെക്രട്ടറി വിവേക് ടോം നന്ദി രേഖപ്പെടുത്തി. ഗിരീഷ്, പ്രവീൺ, ഷമ്മിദാസ്, സജി മോഹൻ, കൃഷ്ണ പ്രവീൺ, ജയേഷ് അരിമ്പ എന്നിവർ പങ്കെടുത്തു. വാഴക്കുണ്ടം ജ്യോതി ബാലിക ഭവനിൽ ഭക്ഷണ സാധനങ്ങളും വിതരണം ചെയ്തു. കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാവരും ഒരേ ഒരു മനസ്സോടുകൂടിയും ഒരേ ഒരു ചിന്തയിലുമാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ നമ്മുടെ പ്രിയ സുഹൃത്തിൻ്റെ വേർപാടിൻ്റെ 1ാമത്തെ വാർഷിക ദിനം ആണിന്ന്. അത് ഓഗസ്റ്റ് 17 ചിങ്ങമൊന്നും വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിച്ചു വന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ വർഷം ഉള്ളത്. അപ്പോൾ എന്ത് തന്നെയായാലും ഇന്നത്തെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ നമ്മുടെ JCI കാക്കേഞ്ചാലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നട്ടല്ലായിരുന്ന ഒരു വ്യക്തി ഇന്ന് നമ്മുടെ ഇടയിലില്ല. ഏതാണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് 17 അദ്ദേഹത്തിൻ്റെ വിയോഗം. ഇന്ന് ഏകദേശം 1 വർഷം തികഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. നമുക്കറിയാം, JCI കാക്കേഞ്ചാൽ എന്നല്ല, ചെറുപുഴ നാടെന്നല്ല, അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഈ വിയോഗം താങ്ങാവുന്നതിലപ്പുറമാണ്. 2024 ഓഗസ്റ്റ് 17 സംബന്ധിച്ച് നമുക്ക് വളരെയധികം വേദന നൽകി. ഏകദേശം ഈ ഒരു സമയം തന്നെയാണ് നമ്മൾ ഈ ഒരു വാർത്ത ഇങ്ങനെ പറ്റിയിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ ദിവസവും പ്രതീക്ഷേട്ടൻ്റെ ആ ഒരു ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. ഞാനിപ്പോൾ ദീപോട്ടനോട് സംസാരിച്ചേ ഉള്ളൂ. ഫേസ്ബുക്ക് ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മനസ്സിലായിക്കോട്ടെ, എപ്പോഴും ആ ഒരു ഓർമ്മകൾ മാത്രമാണ് തങ്ങിയിരിക്കുന്നത്. ഒരു മനുഷ്യൻ ഇത്രമാത്രം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹവും കരുണയും എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഓരോ ദിവസമായിരുന്നു കഴിഞ്ഞ 365 ദിവസം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ സാന്നിധ്യമായി ഒരു അഗ്നിയായി, ഒരു ദീപമായി ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് പുളിങ്ങോത്ത് നിന്ന് ഒന്ന് ചെറുപുഴ വരെ യാത്ര ചെയ്യുകയാണെങ്കിൽ, അതായത് പയ്യന്നൂർ വരെ യാത്ര ചെയ്യുകയാണെങ്കിൽ നിരവധി പരിപാടികളാണ്. AKPA വലിയൊരു പരിപാടി നാളെ സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഫോട്ടോഗ്രാഫി മത്സരം, സംസ്ഥാനതല ഫോട്ടോഗ്രാഫി മത്സരം. അതുപോലെ ദയ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടികൾ, വ്യാപാരി വ്യവസായി സമിതിയുടെ പരിപാടികൾ, AKPA പരിപാടികൾ, അങ്ങനെ നിരവധി പരിപാടികൾ. സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ആൾക്കാർ ഒന്നിച്ചുകൂടി ഒരു വ്യക്തിത്വത്തെ ആദരിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് അദ്ദേഹം മറഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവരായ നമ്മുടെ പ്രതീക്ഷ നമ്മുടെ മുന്നിലില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സങ്കടം. എനിക്കൊന്ന് ആദ്യമായിട്ടാണ് JCI കാക്കേഞ്ചാലിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്, സംസാരിക്കാൻ വേണ്ടി വരുന്നത്. ഒരുപാട് പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും മറ്റ് പരിപാടികൾ പോലെയല്ല ഇത് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പ്രതീക്ഷൻ്റെ ഓർമ്മയാണ്. അതുകൊണ്ട് തന്നെ സംസാരിക്കാനുള്ള വാക്കുകൾ വളരെ ഏറെക്കൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. കാരണം ഒരു സംഘടന എന്ന നിലയിലല്ല, തന്നെ പേഴ്സണലായിട്ട് ഓരോരുത്തർക്കും അത്രയും അടുപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു പ്രതീക്ഷ. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രതീക്ഷ പറഞ്ഞ ശേഷം നോക്കുമ്പോൾ ചുറ്റുവട്ടവും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ 2008 ചെറുപുഴയിൽ ക്ലിനിക്ക് ആരംഭിക്കുന്നത്. ക്ലിനിക്ക് ആരംഭിച്ച് 2008 വർഷമാണ് ഞാൻ പ്രതീക്ഷനെ പരിചയപ്പെടുന്നത്. ഒരു ക്യാമ്പുമായി ബന്ധപ്പെട്ടാണ് പ്രതീക്ഷനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ചെറുപുഴ ഉണ്ടായ ഒരു സംഘടന, ഒരു ചെറുപുഴ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സംഘടന, അവർ വന്നിട്ടൊരു ക്യാമ്പിൻ്റെ കാര്യം പറയുകയും അവരെ ഊർജ്ജസ്വലമായി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ അതിനകത്ത് ഏറ്റവും
ഏറ്റവും നന്നായി ആ കൂട്ടത്തിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുകയും പരിചയപ്പെടുകയും തുടർ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയാവുകയൊക്കെ ചെയ്ത് അങ്ങനെ ഉണ്ടായ ഒരു സുഹൃത്ത് ബന്ധമാണ് ഈ പ്രദേശവുമായിട്ടുള്ളത്. അതിന് മുമ്പുള്ള ഒരു പരിചയവുമില്ല. പക്ഷെ അത് ഈ മരണം വരെ തുടരാൻ അദ്ദേഹത്തിന് സാധിച്ചു. വിശ്വസ്തയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉശരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ, മനമയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലകത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഷോ. സ്റ്റാർ ഫർണിച്ചർ, കൃഷിഭവന് സമീപം, പെരിങ്ങോം. മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു. 10,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി സൗകര്യം ലഭ്യമാണ്. ഫർണിച്ചറുകൾക്ക് ഈസി ലോൺ സൗകര്യവും. ഫോൺ 9847274367. സ്റ്റാർ ഫർണിച്ചർ, കൃഷിഭവന് സമീപം, പെരിങ്ങോം. വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ്. സന്ദർശിക്കുക. സ്റ്റാർ ഫർണിച്ചർ ഷോറൂം, കൃഷിഭവന് സമീപം, പെരിങ്ങോം.